ഹായ്, കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാസർഗോഡ് സ്റ്റൈൽ ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനാദ്യം ഒരു ബൗളിൽ ഞാനൊരു 3/4 ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട്. ചുവന്ന പരിപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇപ്പോൾ കഴുകിയിട്ടുണ്ട്. ഇത് കഴുകിയ പരിപ്പാണ്. ഇനി കഴുകിയ ശേഷം നമുക്കതൊരു കുക്കറിലേക്ക് ഇടാം. ഏത് പരിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ആ പരിപ്പ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ചുവന്ന പരിപ്പ് എടുത്തുവെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് 2 ചെറിയ തക്കാളി, ഒരു സവാള, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ പച്ചമുളക് എന്നിവ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിയും സവാളയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. പച്ചമുളക് ഇപ്പോൾ ചേർക്കണ്ട. പിന്നെ കുക്കറിലോട്ട് നമുക്ക് പരിപ്പ് എടുത്ത ബൗളിൽ 2 ബൗള് വെള്ളം ഒഴിക്കാം. പിന്നെ അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അതിനിടയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കാൻ പാടില്ല. പിന്നെ കുക്കർ അടച്ച ശേഷം നമുക്കത് സ്റ്റൗവിലോട്ട് വെക്കാം. അത് കുക്കറിൽ ഒരു വിസിൽ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അതിപ്പോൾ ചുവന്ന പരിപ്പായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മൾക്ക് വന്നിട്ടുണ്ട്. പരിപ്പ് വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതാ പരിപ്പ് തക്കാളി ഉള്ളി എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്താ അടിപൊളിയായിട്ടില്ലേ. എന്നിട്ട് നമുക്കത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതേപോലെ ഇൻഡക്ഷൻ കുക്കറിലോട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അത് ചൂടായ ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ചിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് 2 പച്ചമുളകുണ്ടായിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം ബ്രൗൺ ആയിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് നടുക്കെ കട്ട് ചെയ്തതും അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്രഷ് ചെയ്ത മുളകിൽ നല്ലൊരു ടേസ്റ്റാണ്. അതിന് കാണാൻ തന്നെ നല്ലൊരു സ്റ്റൈലാണ് കറിക്ക് കാണുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഒരുപാട് എരിവില്ലതല്ല. പിന്നെ അഥവാ ഇത്രയും എരിവ് വേണ്ടാത്തവരാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പച്ചമുളകോ ഏതെങ്കിലും വറ്റൽമുളകോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് കറിയുടെ കൂടെ മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സൂപ്പർ കാസർഗോഡ് സ്റ്റൈലായിട്ടുള്ള നല്ല പരിപ്പ് കറി, നല്ല തിക്കായിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.